നമസ്കാരം. മാതൃഭൂമി എക്സ്വെലിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. കേരളത്തിന് അന്നുവരെ അപരിചിതമായിരുന്ന ഒരു സംഭവം, അതും തലസ്ഥാന നഗരത്തിൽ. രാഷ്ട്രപതിയുടെ സന്ദർശന വേളയിൽ തിരുവനന്തപുരം നഗരത്തെ വിറപ്പിച്ച തപാൽ ബോംബ് സ്ഫോടനം. രാജ്യാന്തര ഭീകരപ്രസ്ഥാനങ്ങളുടെ ബന്ധം വരെ സംശയിച്ച തപാൽ ബോംബ് സ്ഫോടനത്തിന് പിന്നിലെ ബുദ്ധികേന്ദ്രത്തെ കണ്ടെത്തിയ കുറ്റാന്വേഷണമാണ് ഇത്തവണ മാതൃഭൂമി എക്സ്വെലിൽ. 2006 സെപ്റ്റംബർ 21 അന്ന് ബഹുമാനപ്പെട്ട മുൻ പ്രസിഡൻറ്റ്, അന്നത്തെ പ്രസിഡൻ്റായിരുന്നു ശ്രീ അബ്ദുൽ കലാം. അന്ന് അദ്ദേഹത്തിന് കേരളത്തിൽ വരാനൊരു പരിപാടി ഉണ്ടായിരുന്നു. അദ്ദേഹം വരുന്നതിന് അല്പം മുമ്പ് ഇവിടെ നമ്മളെല്ലാം എല്ലാവരും നടുങ്ങിപ്പോയൊരു വാർത്തയാണ് വരുന്നത്. മണക്കാട് പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ ബോംബ് പൊട്ടി. പതിവ് പോലെ അന്നും തിരുവനന്തപുരം മണക്കാട് സബ് പോസ്റ്റ് ഓഫീസിലെ സോർട്ടിംഗ് പോസ്റ്റ്മാൻ എ രവികുമാർ കത്തുകൾ തരംതിരിക്കുകയായിരുന്നു. ഭാരം കൂടുതൽ തോന്നിയ 3 കത്തുകൾ പ്രത്യേകം ശ്രദ്ധിച്ചു. മതിയായ സ്റ്റാമ്പ് മുട്ടിച്ചിട്ടില്ല. കത്തുകൾക്ക് അസ്വാഭാവികമായ കനവും അനുഭവപ്പെട്ടു. അതിലൊരു കത്തെടുത്ത് രവികുമാർ ഒന്ന് അമർത്തി നോക്കി. വലിയ ശബ്ദത്തോടെ ആ തപാൽ കവർ പൊട്ടിത്തെറിച്ചു. പോസ്റ്റ് ഓഫീസ് മുറിയാകെ പുക നിറഞ്ഞു. രൂക്ഷഗന്ധം ശ്വസിച്ച് രവികുമാർ അബോധാവസ്ഥയിലായി. മണക്കാട് പോസ്റ്റ് ഓഫീസിൽ തപാൽ ബോംബ് പൊട്ടിയ വാർത്ത തലസ്ഥാന നഗരമാകെ പടർന്നു. രാഷ്ട്രപതിയുടെ സന്ദർശനത്തിന്റെ തലേ ദിവസം നഗരത്തെ നടുക്കിയ സ്ഫോടനം രാജ്യമാകെ ഭീതി പരത്തി. സംഭവം അറിഞ്ഞ ഉടൻ തന്നെ പോലീസും രഹസ്യാന്വേഷണ വിഭാഗങ്ങളും മണക്കാട് പോസ്റ്റ് ഓഫീസിലേക്ക് കുതിച്ചെത്തി. പൊട്ടിത്തെറിച്ച ഉടനെ തന്നെ അവർ പോലീസിൽ വിവരം അറിയിച്ചു. സ്പെഷ്യൽ ബ്രാഞ്ചിൽ തന്നെ ഈ ബോംബ് ഡിഫ്യൂസിങ് സ്ക്വാഡുകളുണ്ട്. അവർ വന്നു. ഈ 3ലും ബോംബായിരുന്നു. 3ഉം അവർ ഡിഫ്യൂസ് ചെയ്തു. പോലീസ് ആ കത്തുകൾ കൂടുതൽ പരിശോധിച്ചു. കത്ത് വന്നത് ആർക്കെന്നായിരുന്നു ആദ്യം തിരക്കിയത്. മണക്കാട് TC കോളേജ് അധ്യാപകൻ മുഹമ്മദ് സലീം, ഐരാണിമുട്ടം ഉത്രാടം ക്ലിനിക് ഉടമ, മണക്കാട് സ്വദേശിയായ ഒരു സ്ത്രീ എന്നിവരുടെ വിലാസത്തിലാണ് കത്തുകൾ. മൂന്നെണ്ണം അഡ്രസ്സ് ചെയ്യുന്നത് മണക്കാടുള്ള ഒരു ഉത്രം ക്ലിനിക്, ഒരു ക്ലിനിക്കുണ്ട്, അവിടത്തേക്കാണ് ഒന്ന്. വേറൊന്ന് ഒരു സാലി എന്ന് പറഞ്ഞൊരു മനുഷ്യൻ, മുഹമ്മദ് സാലി എന്ന് പറഞ്ഞ ഒരു മനുഷ്യനുണ്ട്, അയാൾക്കാണ് വേറൊന്ന് വളരെ സാധാരണ രീതിയിൽ താമസിക്കുന്ന ഒരു ബീന എന്ന് പറഞ്ഞൊരു സ്ത്രീയുണ്ട്. വേറൊരു സ്ഥലത്ത് ഇവരെല്ലാവരുടെയും ആകെ കോമൺ ആയിട്ടുള്ളത് ഇവരെല്ലാം മണക്കാടുകാരാണ് എന്നുള്ളതാണ്. മണക്കാട് പോസ്റ്റ് ഓഫീസിൽ അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിൽ വീണ്ടും തപാൽ പൊട്ടിത്തെറിച്ചതായി വിവരം ലഭിച്ചു. നഗരം പരിഭ്രാന്തിയിലായ നിമിഷങ്ങൾ. അപ്പോൾ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വിവരം കിട്ടി, വേറെ 2 എണ്ണം കൂടെ കിട്ടി. പേരുക്കട ഒരു ഫൈനാൻസിങ് കമ്പനിയുടെ ഓണർക്ക് ഒരു എഴുത്ത് കിട്ടി. അയാളത് പൊട്ടിത്തെറിച്ചു. അതിക്ക് ചെറിയ മൈനർ പരിക്കേറ്റു. അപ്പോൾ ഇപ്പോൾ എത്ര 3ഉം 1ഉം 4. പിന്നെ വേറൊരെണ്ണം കണ്ട് 2-3 എണ്ണം പൊട്ടാതെ എവിടുന്നോ കിട്ടി. അപ്പം ഇങ്ങനെ ആകെ ഒരു പരിഭ്രാന്തി. അതായത് പ്രസിഡന്റ് വരുന്ന ദിവസം ഇങ്ങനെ ബോംബുകൾ ഒരു തീവ്രവാദ സ്വഭാവമുള്ള ഒരു നടപടിയാണ്. സാധാരണ ഇതൊക്കെയാണ് തീവ്രവാദ ഗ്രൂപ്പുകളൊക്കെ ചെയ്യുന്നത്. പൊട്ടിയ ബോംബുകളിലും നിർവീര്യമാക്കിയ ബോംബുകളിൽ നിന്നും ഭീഷണിക്കത്തും ലഭിച്ചു. ഭീഷണിക്കത്ത് പറയുന്നത് അന്ന് ജയിലിലായിരുന്ന മദനിയെ ഉടനെ റിലീസ് ചെയ്യണം, അല്ലെങ്കിൽ എല്ലാത്തിനും ബോംബ് വെക്കും, അങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു ജഹാദ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിച്ച് ഒരു വലിയ ഭീഷണിക്കത്തും ആ പൊട്ടിയ ലെറ്റർ ബോംബിൻ്റെ അകത്തു നിന്ന് നമുക്ക് കിട്ടുകയും ചെയ്തു. ഇതോടെ ഒന്നുറപ്പിച്ചു, സ്ഫോടനങ്ങൾക്ക് പിന്നിൽ മത തീവ്രവാദ ശക്തികൾ തന്നെ. അതിവിപുലവും വിദഗ്ധവുമായ അന്വേഷണം തന്നെ വേണം. കേരള പോലീസിന് അനുഭവ പരിചയമില്ലാത്ത കുറ്റകൃത്യമാണ് സംഭവിച്ചിരിക്കുന്നത്. ലെറ്റർ ബോംബ് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമാണ്. ഇതിനു മുമ്പ് കേരളത്തിലൊരു ലെറ്റർ ബോംബ്
ആരും ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കിയെങ്കിൽ അത് പൊട്ടിയിട്ടില്ല, അതിന് ശേഷവും ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെ ആദ്യത്തെ ലെറ്റർ ബോംബ് കേസാണ്. ഈ അന്വേഷണത്തിന് യാതൊരു വിധമായിട്ടുള്ള മുൻപരിചയവും കേരള പോലീസിനുമില്ല. അന്വേഷിക്കാൻ മിടുക്കരായ ഉദ്യോഗസ്ഥരെ തന്നെ നിയോഗിച്ചു. അപ്പോൾ കേസിൻ്റെ അന്വേഷണം ഊർജിതമായിട്ട് ആരംഭിച്ചു. അപ്പോഴത്തേക്ക് സ്റ്റേറ്റ് സ്പെഷ്യൽ ബ്രാഞ്ച്, ഞാൻ എൻ്റെ അന്ന് തന്നെ ഇൻ്റർണൽ സെക്രട്ടറിയുടെ SP ആയിരുന്ന ജയമോഹൻ, ഇപ്പോഴത്തെ റെയിൽവേ SP, അദ്ദേഹത്തെയൊക്കെ പറഞ്ഞയച്ചു. സ്പെഷ്യൽ ബ്രാഞ്ചിന് വേണ്ടി പ്രത്യേക ഒരു ടീം ഉണ്ടാക്കി. ട്രിവാൻഡ്രം ഫോർട്ട് അസിസ്റ്റൻറ്റ് കമ്മീഷണർ, വളരെ കേപ്പബിളായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ്, CG സുരേഷ് കുമാർ. അദ്ദേഹം ഇപ്പോൾ കൊല്ലത്താണ്, റിട്ടയർ ചെയ്തു. കൊല്ലത്ത് ഇപ്പം അഡ്വക്കേറ്റായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ CG സുരേഷ് കുമാർ ഈ കേസിൻ്റെ അന്വേഷണം നേരിട്ട് നടത്താൻ പറഞ്ഞു. അന്ന് മിസ്റ്റർ ശ്രീവാസ്തവയാണ് DGP. എല്ലാ സാഹചര്യങ്ങളും കണക്കിലെടുത്താണ് അന്വേഷണം. സംശയമുന ആരിലേക്കും നീളം. നിരവധി മുസ്ലിം ഭീകര സംഘടനയുടെ പ്രവർത്തകരായിരുന്ന, പഴയ പ്രവർത്തകരായിരുന്ന, NDF-ൻ്റെയും ഒക്കെ പ്രവർത്തകരായിരുന്ന പല ആളുകളെയും ഈ കേസുമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുകയും അവരുടെ ആസ്ഥാനങ്ങളും വീടുകളും ഒക്കെ റെയ്ഡ് ചെയ്യുകയും ഒക്കെ ചെയ്തു. ഇതിനിടെ രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു യുവാവിനെ കസ്റ്റഡിയിലെടുത്തു. ഈ മണക്കാട് കേന്ദ്രീകരിച്ച് അന്വേഷിച്ചപ്പം ആരോ എന്തോ വിളിച്ച് പറഞ്ഞ് ഏതാണ്ടൊരു വീട്ടിൽ പോയി ആ വീട്ടിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ബുള്ളറ്റ്, അവിടെ ഒരു മോഹസിൻ പറഞ്ഞൊരു ഒരു പയ്യനുണ്ട്. ആ പയ്യൻ്റെ കയ്യിൽ നിന്ന് ഒരു 303 ബുള്ളറ്റോ മറ്റോ കിട്ടി. പോലീസിന്റെ ശ്രദ്ധ തിരിച്ച് രാഷ്ട്രപതിയുടെ സുരക്ഷയെ അട്ടിമറിക്കാനുള്ള ശ്രമമാണോ നടന്നത്? സംശയങ്ങൾ പലതാണ്. പക്ഷേ ഒരു തുമ്പും ലഭിച്ചില്ല. ഗൂഢശക്തികളുടെ സാന്നിധ്യം തലസ്ഥാനത്ത് സ്ഥിരീകരിക്കാനും കഴിഞ്ഞില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർ തപാൽ ബോംബിന്റെ സ്വഭാവം ഒരിക്കൽ കൂടി പരിശോധിച്ചു. ഈ ലെറ്റർ പരിശോധിച്ചപ്പോൾ അതിനകത്ത് നമ്മുടെ ഈ റിസ്റ്റ് വാച്ചിനകത്ത് ഒക്കെ ഉപയോഗിക്കുന്ന ബാറ്ററി, അതുപോലെ ചെറിയ സ്പ്രിങ്, ടോർച്ചിനകത്ത് ഉപയോഗിക്കുന്ന ബൾബിൻ്റെ സ്പ്രിങ്, ഇതെല്ലാം കണക്ട് ചെയ്യും. കണക്ട് ചെയ്തതിന് ശേഷം ഈ ലെറ്ററിൻ്റെ കവർ പൊട്ടിക്കുമ്പോൾ ഇത് സ്ട്രെച്ച് ചെയ്യുമ്പോൾ ഈ സ്പ്രിങ് വലിയും. സ്പ്രിങ് വലിയുമ്പോൾ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും തമ്മിൽ ടച്ച് ചെയ്യുമ്പോൾ അവിടെ ചെറിയ രീതിയിൽ പാക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഈ എക്സ്പ്ലോസീവ് ചൂടാവുമ്പോൾ അത് ഹീറ്റായി അത് പൊട്ടിത്തെറിക്കും. ഇതാണ് അതിൻ്റെ മെക്കാനിസം. കുറച്ചിരുന്ന് ആലോചിച്ച് ഇതിൻ്റെ തെളിവുകളെല്ലാം നോക്കിയപ്പോൾ ഇതിനകത്തിലൊരു തീവ്രവാദികളുണ്ടോ എന്നതിനെക്കുറിച്ച് ന്യായമായ സംശയം ഉണ്ടായി. കാരണം ഇതിൻ്റെ ക്വാളിറ്റി ഉണ്ടല്ലോ, ലെറ്റർ ബോംബ് ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ ക്വാളിറ്റി, പിന്നെ അതിൻ്റെ മാരക സ്ഫോടക ശേഷി, അതൊന്നും ഇതിനകത്ത് വലിയ കാര്യമായിട്ട് ഇല്ല. കണ്ടിട്ട് ഒരു പ്രൊഫഷണൽ ട്രെയിനിങ് കിട്ടാത്ത ആരോ അമേച്വർ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കുന്ന ഒരു ലെറ്റർ ബോംബാണെന്നുള്ള രീതിയിലാണ്. അതേപോലെ തീവ്രവാദി ഗ്രൂപ്പാണെങ്കിൽ അങ്ങനെ അല്ല. പിന്നിൽ തീവ്രവാദികളല്ലെന്ന സംശയം ബലപ്പെടുകയാണ്. സാഹചര്യം വിശദമായി വിലയിരുത്തിയതോടെ ഭീകരവാദി ബന്ധത്തിനുള്ള സാധ്യത മങ്ങിത്തുടങ്ങി. ഇവർ തീവ്രവാദിയാണെങ്കിൽ തീവ്രവാദികൾ ഇത് വല്ല ഇൻ്റലിജൻസ് മേധാവിയായിരുന്ന എനിക്കോ അല്ലെങ്കിൽ DGPക്കോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ അയച്ചാൽ അതിന് ലോജിക്കുണ്ട്. ഇത് ആരാലും അറിയപ്പെടാത്ത, പ്രത്യക്ഷത്തിൽ ഒരു പ്രാതിനിധ്യ സ്വഭാവമില്ലാത്ത, പത്രക്കാർക്കാർക്കും അറിഞ്ഞുകൂടാത്ത 4-5 പൊതുരംഗത്തില്ലാത്ത 5-6 വ്യക്തികൾക്കാണ് ഇത് പോയിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനെ ഒരിക്കലും തീവ്രവാദി ഗ്രൂപ്പുകൾ അങ്ങനെ ചെയ്യാറില്ല. അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിനും ഏറ്റവും കൂടുതൽ പബ്ലിസിറ്റി ഉണ്ടാകണമെന്നുള്ള ആഗ്രഹത്തിലാണ്. ഉദാഹരണത്തിന് ഇതേ കാര്യം തന്നെ, ഈ ലെറ്റർ ബോംബ് പൊട്ടിയത് മണക്കാട് പോസ്റ്റ് ഓഫീസിലല്ലാതെ ഈ ലെറ്റർ ബോംബ് പൊട്ടിയത് സെക്രട്ടേറിയറ്റിലാണെങ്കിൽ ഇത് വലിയൊരു സംഭവമാണ്. അപ്പോൾ തീവ്രവാദികൾ അങ്ങനെയാണ് ചെയ്യാൻ സാധ്യത. അപ്പോൾ അതുകൊണ്ട് തീവ്രവാദികളാണോ ഇത് എന്നുള്ള കാര്യത്തിൽ വളരെ കാര്യമായ സംശയമുണ്ടായി. വെടിയുണ്ടയുമായി കസ്റ്റഡിയിലെടുത്ത യുവാവിനും ഈ സംഭവവുമായി ബന്ധമൊന്നുമില്ലെന്ന് പോലീസിന് വ്യക്തമായി. ഈ ബുള്ളറ്റുമായിട്ട് മോഹസിനെ കിട്ടിയിട്ടും, ഇങ്ങനെ മോഹസിൻ അവരൊക്കെ വലിയ തീവ്രവാദികളാണെന്ന് വലിയ പ്രചരണം ഉണ്ടായിട്ടും നമ്മളുടെ ഒരു വിചാരം ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം ഈ ബുള്ളറ്റൊക്കെ പലർക്കും പല രീതിയിലും കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നസെൻ്റായിട്ട് പലരുടെയും കയ്യിൽ ബുള്ളറ്റൊക്കെ വരാൻ സാധ്യതയുണ്ട്. അവരെല്ലാം തീവ്രവാദികളായിരിക്കണമെന്നില്ല.
ഇതിനിടെ മറ്റൊരു ഭീഷണി കത്തുകൂടി പോലീസിന് ലഭിച്ചു. തപാൽ ബോംബ് അയച്ച അതേ കേന്ദ്രത്തിൽ നിന്നുമുള്ള കത്താണെന്ന് അന്വേഷണ സംഘം ഉറപ്പിച്ചു. അപ്പോൾ അതിനിടയ്ക്ക് ഫോർട്ടിലെ സർക്കിൾ ഇൻസ്പെക്ടർക്ക് ഒരു അനോണിമസ് പെറ്റീഷൻ കിട്ടുകയാണ്. അനോണിമസ് പെറ്റീഷൻ കിട്ടുന്നത് ഇങ്ങനെ മണക്കാടിലുള്ള ഇന്ന ഹോമിയോ കോളേജിലെയും ഐരാണിമുട്ടം ഹോമിയോ കോളേജിനെയും അവിടെയുള്ള ചില ആളുകളെയും ബോംബ് വെച്ച് തകർക്കും, ഭീകരവാദികൾ തകർക്കുമെന്നും പറഞ്ഞൊരു അനോണിമസ് പെറ്റീഷൻ CI കിട്ടി. അത് നോക്കിയപ്പോൾ അതിൻ്റെ അക്ഷരവും അതിലെഴുതിയിരിക്കുന്ന കാര്യങ്ങളും ഇതിനകത്തിലെഴുതിയ കാര്യങ്ങളും നോക്കിയപ്പോൾ അതിനകത്തൊരു സമാനതയാണ്. തപാൽ ബോംബിൽ രേഖപ്പെടുത്തിയ വിലാസക്കാരെ കേന്ദ്രീകരിച്ചായി അടുത്ത ഘട്ട അന്വേഷണം. ഓരോരുത്തരും അവരവരുടെ പശ്ചാത്തലവും സംശയങ്ങളും പോലീസുമായി പങ്കുവച്ചു. ആദ്യം അന്വേഷിച്ചത് ഒരു വ്യക്തിയായിട്ട് കണ്ടത് മുഹമ്മദ് സാലി എന്ന് പറഞ്ഞ ഒരാളാണ്, മണ്ണർക. അയാൾ ഒരു ഇലക്ട്രോണിക്സ് ക്ലാസ് എടുക്കുന്ന ആളാണ്. അപ്പോൾ പുള്ളിക്ക് ആരോടെങ്കിലും വിരോധം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഫയർ സേഫ്റ്റി അതൊരു കോഴ്സിന് വരുന്ന ആളുകൾക്ക് ഇലക്ട്രോണിക്സ് കൊണ്ട് ഞാൻ കുറച്ച് പഠിപ്പിച്ച് കൊടുക്കാറുണ്ട്. അതിൽ ചില കുട്ടികളൊക്കെ നമ്മളോടൊന്ന് വഴക്കുണ്ടാക്കാറുണ്ട്, അങ്ങനെയൊക്കെയുള്ള ചെറിയ സംഭവങ്ങളൊക്കെ പറയുന്നുണ്ട്. ഉത്തരം ക്ലിനിക്കുകാരൻ്റെ ചോദിച്ചപ്പോൾ പറയുന്നു, ഉത്തരം ക്ലിനിക്കുകാരൻ പറയുന്നത് ഈ ക്ലിനിക്കിൻ്റെ വേസ്റ്റ് പുറകിലുള്ള പറമ്പിലെറിയും. ആ പറമ്പിൽ താമസിക്കുന്ന ആളുകൾ അവരുമായിട്ട് ദിവസവും വഴക്കായിരുന്നു. ഈ ക്ലിനിക്കിനെ സംബന്ധിച്ച് അങ്ങനെ ഒരു വിരോധമല്ലാതെ അവിടെ ഒരു ആക്റ്റീവ് വഴക്കിൻ്റെ സാഹചര്യം അവിടെയില്ല. പിന്നീട് ഈ ബീനയുടെ കാര്യം അന്വേഷിച്ചപ്പം ബീന പറയുന്നു, ബീനയും അടുത്ത വീട്ടുകാരായിട്ടൊരു മതിലുണ്ടായിരുന്നു. ആ മതിലിൻ്റെ കാര്യത്തെ സംബന്ധിച്ച് അവർ തമ്മിൽ കേസും വഴക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു വഴക്കല്ലാതെ ബീനയ്ക്ക് ശത്രുക്കളായിട്ട് ആരും ഒന്നും പറഞ്ഞില്ല. അപ്പോൾ വലിയൊരു കോയിൻസിഡൻസ് ഉണ്ടായി. ബീനയുടെ മതിലും ഈ ക്ലിനിക്കിൽ നിന്ന് വേസ്റ്റ് എറിയുന്ന കോമ്പൗണ്ടും അത് ഒരേ വീടാണ്. ആ വീട്ടിൽ അന്വേഷിച്ചപ്പോൾ ആ വീട്ടിൽ ആരുമില്ല. അതാരോ പണ്ടാരോ വാടകയ്ക്ക് താമസിച്ചിരുന്നതാണ്. അവരെക്കുറിച്ച് യാതൊരു വിവരവുമില്ല. അവരവിടെ സ്ഥലം വിട്ട് പോയി. ഇതാണ് സംഭവം. ഇതന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മുടെ പെരുക്കടയാണ് മറ്റേ ഫൈനാൻസ് കമ്പനിയുള്ളത്. പെരുക്കട പോയി അയാളോട് ചോദിച്ചപ്പോൾ അയാളോടും വിരോധമുള്ള ആരുമില്ല. ആകെ പുള്ളിയോട് വളരെ കാര്യമായിട്ട് വഴക്കിട്ടിട്ടുള്ളത് മണക്കാട്ടുകാരനായ ഒരാൾ കുറച്ചാൾ മുമ്പ് അവിടെ ജോലി ചെയ്തിരുന്നു. അവിടെ ജോലി ചെയ്തപ്പം അയാൾ ജോലി കൂടുതലാണെന്നും പറഞ്ഞ് എനിക്ക് ജോലി ചെയ്യാൻ സാധിക്കില്ല എന്നും പറഞ്ഞ് ഉടമയായിട്ട് വഴക്കുണ്ടാക്കിയിട്ട് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ ഒരു കാര്യം അയാൾ ഓർക്കുന്നുള്ളൂ. ഈ മൊഴികൾ ലഭിച്ചതോടെ മണക്കാടുമായി ബന്ധമുള്ള വ്യക്തികളാണ് തപാൽ ബോംബിന് പിന്നിലെന്ന് പോലീസ് ഉറപ്പിച്ചു. ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രാവീണ്യമുള്ളവർ. ആ ശക്തികളെ കണ്ടെത്തണം. അതിനുള്ള വഴികൾ ആലോചിച്ചു. തപാൽ ബോംബുകളിൽ പതിപ്പിച്ച മേൽവിലാസം കമ്പോസ് ചെയ്ത DTP കേന്ദ്രം ഏതെന്ന് കണ്ടെത്താനായി അടുത്ത ശ്രമം. തിരുവനന്തപുരം സിറ്റിയിലുള്ള ഏതാണ്ട് 200-250ഓളം കമ്പ്യൂട്ടറുകൾ ഞങ്ങൾ പരിശോധന നടത്തി. കാരണം ഈ കമ്പ്യൂട്ടറിൻ്റെ ഇതിൻ്റെ അഡ്രസ്സ് കമ്പ്യൂട്ടർ പ്രിൻ്റായിരുന്നു. അപ്പോൾ ഇത് ഏത് കമ്പ്യൂട്ടറിൽ നിന്നാണ് ഈ പ്രിൻ്റ് എടുത്തിട്ടുള്ളതെന്നതിനെ സംബന്ധിച്ച് 250ഓളം കമ്പ്യൂട്ടറുകൾ ഞങ്ങൾ അതിലെ പ്രിൻ്റ് എടുത്ത് ഫോറൻസിക് പരിശോധന നടത്തി. ഈ അടുത്ത കാലത്ത് എങ്ങാനും ആരെങ്കിലും ഇങ്ങനെ DTP എടുക്കാൻ വന്നിട്ടുണ്ടോ എന്നന്വേഷിച്ച് ഇങ്ങനെ ട്രിവാൻഡ്രം സിറ്റിയിലും പോയി എവിടെയെങ്കിലും ആരും ചെയ്തിട്ടില്ല. അവസാനം കഴക്കൂട്ടത്ത് ഇങ്ങനെ കിട്ടി. അടുത്ത ഘട്ടം തപാൽ ഉരുപ്പടി എവിടെ നിന്ന് പോസ്റ്റ് ചെയ്തു എന്ന് കണ്ടെത്തണം. 5-6 എഴുത്ത് നമ്മുടെ കയ്യിലുണ്ട്. ഈ 5-6 എഴുത്തിൻ്റെ പോസ്റ്റൽ മാർക്സ് നോക്കിയപ്പം ഈ പോസ്റ്റ് മാർക്സ് മുഴുവൻ വന്നിരിക്കുന്നത് കാര്യവട്ടത്തുനിന്നും ശ്രീകാര്യം പോസ്റ്റ് ഓഫീസുകളിലാണ് ഇവ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇതോടെ കഴക്കൂട്ടം മേഖല കേന്ദ്രീകരിച്ചായി അന്വേഷണം. DTP ചെയ്ത സ്ഥലത്ത് പോകുന്നു. ആ സ്ഥലത്ത് അവർ വന്ന ആളിനെ ഓർക്കാൻ പറയുന്നു. അപ്പോൾ ആളിനെ ഓർക്കാൻ പറയുമ്പോൾ ഒരു യുവാവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇവിടെ നോക്കിയപ്പം ഈ വീട്ടിൽ ഇവിടെ മണക്കാടുള്ള വീട്ടിൽ അങ്ങനെ യുവാവായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. വഴക്കുണ്ടാക്കിയത് ഈ റോയലി വഴക്കുണ്ടാക്കിയത് ഒരു യുവാവാണ്. അയാളുടെ ഡിസ്ക്രിപ്ഷൻ അയാൾ പറഞ്ഞതും ഈ പെൺകുട്ടി പറഞ്ഞതും തമ്മിൽ താരതമ്യമുണ്ട്. പക്ഷേ ആർക്കും ഇയാളുടെ ശരിയായിട്ടുള്ള പേരൊന്നും ആരും ഓർക്കുന്നില്ല. ആ യുവാവാരാണ്? അയാൾ എന്തിനാണ് ഈ സാധാരണക്കാരായ മനുഷ്യർക്ക് തപാൽ ബോംബ് അയച്ചത്? പോലീസിന് പിടിവള്ളിയായി അവിചാരിതമായി ലഭിച്ച ആ രഹസ്യ സന്ദേശം. അപ്പോൾ പോലീസ് ആ ഭാഗത്തെല്ലാം എല്ലാ വീടുകളും കയറി വീടാന്തരം അന്വേഷിച്ച് തുടങ്ങിയപ്പോൾ മേനംകുളം സൈഡിൽ നിന്ന് ഒരാൾ വന്ന് പറഞ്ഞു, ഞങ്ങളുടെ അടുത്ത വീട്ടിലൊരു വലിയ ഷെഡുണ്ട്. ആ ഷെഡിൽ ഇടയ്ക്ക് രാത്രിയിലൊക്കെ വലിയ സ്ഫോടനമൊക്കെ കേൾക്കാം.
ഭയങ്കര പ്രശ്നമാണ് അവിടെ. ഒരു പയ്യനുണ്ട്, അവനിത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പോലീസ് വീട് കണ്ടുപിടിച്ചു. രാജീവ് ശർമ്മ എന്ന യുവാവിന്റെ വീടായിരുന്നു അത്. കേരളത്തെയും രാജ്യത്തെയും ഞെട്ടിച്ച തപാൽ ബോംബിന്റെ ബുദ്ധി കേന്ദ്രം. ആ വീട്ടിൻ്റെ കോമ്പൗണ്ടിൽ ഒരു വലിയ ഷെഡ്, ഒരുപാട് ധാരാളം ഈ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ സെറ്റ് ചെയ്ത കാഴ്ചയാണ് ഞങ്ങൾ കണ്ടത്. ഈ ഡോറ് തുറന്നപ്പോൾ തന്നെ എന്തൊക്കെയോ പൊട്ടിത്തെറിക്കുന്നതും ഉരുണ്ടു വീഴുന്നതും ഒക്കെയായ വളരെ ഭയാനകമായ ഒരു അന്തരീക്ഷമാണ് ഞങ്ങൾക്കത് അനുഭവപ്പെട്ടത്. അതിനകത്ത് കയറി നോക്കിയപ്പോൾ ആധുനിക രീതിയിലുള്ള എല്ലാ ഇലക്ട്രോണിക് പരീക്ഷണങ്ങളും നടത്തുന്നതിനുള്ള എല്ലാ സംവിധാനങ്ങളും അതിനകത്ത് ചെയ്തു വച്ചിരിക്കുകയാണ്. അപ്പോൾ പോകുന്നു, റെഡി ചെയ്യുന്നു, അവനെ പിടിക്കുന്നു. പിടിക്കുമ്പോൾ തന്നെ അവന് കാര്യങ്ങളൊക്കെ സമ്മതിക്കുന്നു. എന്തിനായിരുന്നു രാജീവ് ശർമ്മ ഇങ്ങനെയൊരു അതിസാഹസത്തിന് മുതിർന്നത്? അതിന്റെ സത്യവും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ വെളിപ്പെട്ടു. അപ്പോൾ ഇയാളെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ പറഞ്ഞ വിവരം, അയാൾ ഒരു പരീക്ഷണം നടത്തിയതാണ്. കാരണം ഇവിടെ ഇരുന്നു കൊണ്ട് അമേരിക്കയിലുള്ള ഒരാളിനെ കൊലപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളതിൻ്റെ ഒരു പരീക്ഷണമാണ് ഞാൻ നടത്തിയത്, അല്ലാതെ എനിക്ക് മറ്റൊന്നുമില്ല. അത് ഞാൻ പരീക്ഷിച്ചത് എനിക്ക് വിരോധമുള്ളവരോടൊക്കെയാണ് ഞാൻ അങ്ങനെ ചെയ്തത്. അയാൾക്ക് വിരോധമുള്ളവരാണ് ഈ ലെറ്ററുകൾ കിട്ടിയതും ഒക്കെ. പ്രതിയെ എല്ലാ തെളിവുകളോടെയും അന്വേഷണ സംഘം നിയമത്തിന് മുന്നിൽ എത്തിച്ചു. ശക്തമായ ശാസ്ത്രീയ തെളിവുകളും കേസിന് ബലമായി. കോടതിയിൽ ഹാജരാക്കുകയും കോടതി അയാളെ 10 വർഷത്തോളം ശിക്ഷിക്കുകയും ചെയ്തു. കറക്റ്റ് പ്രതിയെ ഹാജരാക്കാൻ കണ്ടുപിടിക്കാനും അതുമൂലം നാട്ടിലുണ്ടാകാമായിരുന്ന വലിയ ഒരു പ്രചരണം, ഒരു തീവ്രവാദത്തെ സംബന്ധിച്ച വലിയൊരു പ്രചരണം, അതില്ലാതാക്കാനും ഈ കേസിൽ CJ സുരേഷ് കുമാറിൻ്റെയും സംഘത്തിൻ്റെയും നമ്മുടെ SP ആയിരുന്ന ജയമോഹൻ്റെയും ഒക്കെ ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് സാധിച്ചു എന്നുള്ളത് കേരള പോലീസിന് എന്നും അഭിമാനിക്കാവുന്ന ഒരു കേസന്വേഷണമായിരുന്നു ഈ മണക്കാട് പോസ്റ്റ് ഓഫീസിലെ ലെറ്റർ ബോംബിൻ്റെ കേസന്വേഷണം. ഭീകരപ്രസ്ഥാനങ്ങളുടെ പിന്നാലെ പോയി വഴിതെറ്റേണ്ടിയിരുന്ന ഒരു കേസ്. അന്വേഷണ ഉദ്യോഗസ്ഥരുടെ യുക്തിഭദ്രമായ നിഗമനങ്ങളാണ് യഥാർത്ഥ പ്രതിയിലേക്കുള്ള ചാലൊരുക്കിയത്. മാതൃഭൂമി എക്സ്പെരിൻ്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു കുറ്റാന്വേഷണ കഥയുമായി അടുത്തയാഴ്ച വീണ്ടും കാണാം.